സങ്കീർത്തനം 88, സാംസ് 88. സങ്കീർത്തനം 88 എന്ന് പറയുമ്പോൾ ഏറ്റവും സങ്കടകരമായിട്ട് സങ്കടത്തോടെ ദുഃഖത്തോടെ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 150 സങ്കീർത്തനങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. അതിൽ 7 പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. ദാവീദ്, ആസാഫ്, മോശ, ശലോമോന്, ഹേമാൻ, കോരഹ്, യഥാൻ. ഇവരിൽ 7 പേരിൽ 73 എണ്ണം ദാവീദാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ 12 എണ്ണം ആസാഫാണ് എഴുതിയിരിക്കുന്നത്. 10 എണ്ണം കോരഹ് പുത്രന്മാരാണ്. 2 എണ്ണം ശലോമോനാണ്. 2 എണ്ണം യഥാൻ, ഹേമാൻ ആൻഡ് എസ്രൈറ്റ്. 109 എണ്ണം പോയി. ബാക്കി എഴുതിയിരിക്കുന്നത് ആരാന്ന് ക്ലിയർ അല്ല വേദപുസ്തകത്തിൽ. അപ്പോൾ ഇവിടെ ഈ 88-ാം സങ്കീർത്തനം ഹേമാൻ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് വാക്യം തുടങ്ങുന്നത്. ഇങ്ങനെയാണ്: ഒരു ഗീതം, കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം, സംഗീത പ്രമാണിക്ക് മഹലത്ത് രാഗത്തിൽ പ്രതിഗാനത്തിനായി എസ്രാഫ്യനായ ഹേമാൻ്റെ ഒരു ദാനം. അപ്പോൾ ഈ എസ്രൈറ്റാണ്. എസ്ര എന്ന് പറയുമ്പം അവർ എഴുത്തെഴുതുന്നതിനും പാട്ട് രചിക്കുന്നവരുമാണ്. പിന്നെ അവർ കോരഹപുത്രന്മാരാണ്. കോരഹപുത്രന്മാരും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ രാജാക്കന്മാരുടെ പിന്നെ കൊട്ടാരത്തിൽ നിന്ന് പാട്ട് പാടുന്നവരും ആലയത്തിൽ പാട്ട് പാടുന്നവരും ദൈവത്തിൻ്റെ സംഗീതം എടുക്കുന്നുണ്ട്. മഹലത്ത് രാഗം അതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പേരായിട്ടാണ് കാണുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലി പാട്ട് പാടുന്നതായിട്ടാണ് ഈ 88 എഴുതിയിരിക്കുന്നത്. ഹേമാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഒരു എസ്രൈറ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനം. എന്നാൽ വളരെ ദുഃഖകരമായിട്ട് ഏറ്റവും ഈ 180 സങ്കീർത്തനത്തിൽ ഏറ്റവും ദുഃഖകരമായ സങ്കീർത്തനമാണ് ഇത്. മരണത്തിൻ്റെ നിഴലിലിരുന്ന് എഴുതിയതുപോലെ, യേശുക്രിസ്തുവിൻ്റെ കരച്ചിൽ പോലെ ചിലപ്പോൾ നമുക്കിത് തോന്നിക്കും. എന്താണെങ്കിലും ഈ സങ്കീർത്തനം നമുക്ക് വളരെ പ്രയോജനമാണ്. കാരണം നമുക്ക് ദുഃഖം വരുമ്പോൾ ഏതെങ്കിലും ഒരു സങ്കീർത്തനം നമ്മളെടുത്ത് വായിക്കുന്നില്ല എങ്കിൽ നമുക്ക് തോന്നുന്നതൊക്കെ നമ്മൾ ദൈവത്തോട് പറയും. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി പ്രയോജനമായിട്ട് തോന്നി. കാരണം ചില കാര്യങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ ദൈവത്തിന് വേണ്ടി ഒത്തിരി നിന്ന് കഴിഞ്ഞു പിന്നെ അല്പം ഒന്ന് പുറകോട്ട് പോവുക, നമുക്ക് സഹിക്കത്തില്ല. കാരണം ലോകത്തിലുള്ള എല്ലാം നേടിയാലും അവിടെ കുറഞ്ഞു പോയെങ്കിൽ തീരും. അത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാവുന്ന ഒരാൾ ദൈവത്തിൽ നിന്ന് പുറകോട്ട് മാറുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു കൂട്ടുകാർ അവരുടെ വലിയ പ്രയാസ സമയം നോക്കിയിരുന്നപ്പം സത്യവേദ പുസ്തകം വായിക്കുന്നത് നിർത്തിവെച്ച് വേറെ പുസ്തകം വായിക്കാൻ തുടങ്ങിയായിട്ട് എനിക്കറിയാം. നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം ചെറുതല്ല. കാരണം പ്രശ്നങ്ങളോ ഭൂമിയിൽ വരും. ആ സമയത്ത് നമ്മൾ ഇതുവരെ നടത്തിയ ഒരു ദൈവത്തിൽ നിന്ന് മാറാൻ അത്രമാത്രമേ ആഴമുള്ളൂ എൻ്റെ വിശ്വാസം. ഒരു വിവാഹ ജീവിതത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒത്തിരി സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ആലോചിച്ച് കർത്താവിന് ദൈവത്തോട് ചോദിച്ചില്ലെന്ന് അറിയത്തില്ല. അവർ വലിയ പ്ലാനൊക്കെ ചെയ്ത് കല്യാണം 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇട്ടേച്ചോടി, വല്ല 1 വർഷം കഴിയുമ്പോൾ ഇട്ടേച്ചോടി പോവുക. ഞാൻ അങ്ങനെയുള്ളതിനോട് പറയുന്നത് ആദ്യമേ തൊട്ടേ സ്നേഹിച്ചിട്ടില്ല. ക്ഷമിക്കാനും ബലഹീനത ഇല്ലാത്തവരില്ല, പക്ഷെ ആ ബലഹീനത മറന്ന് സ്നേഹിക്കാനുള്ള സ്നേഹമില്ലായിരുന്നു. അതുതന്നെയാണ് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ യേശുവിനെ രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിച്ച ഒരു വ്യക്തി കഷ്ടസമയത്ത് യേശുവിനെ തള്ളി പറയത്തില്ല. ഇറ്റ് ഈസ് ബിയോണ്ട്. അപ്പോൾ ഈ 88-നകത്ത് എഴുതിയ ഹേമാനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം രാജാവിൻ്റെ ഒരു ദർശകനായിരുന്നു. 1 ദിനവൃത്താന്തം 25:5. ഒരു സംഗീതജ്ഞനായിരുന്നു. 1 ദിനവൃത്താന്തം 15:19. പിന്നെ ഇദ്ദേഹം 1 രാജാക്കന്മാർ 4:33 പറയുന്നത് ഇദ്ദേഹം ഒരു വൈസ് മാൻ, അതായത് ഒരു രാജാവിന് ഉപദേശം കൊടുക്കുന്ന ഒരു സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഹേമാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. ലോകം മുഴുവല്ല, അവിടെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ഈ വാസ് നോട്ട് ആൻ ഓർഡിനറി മാൻ. സാധാരണ ഒരാളല്ല ഈ കരച്ചിൽ പിടിച്ചത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് നമുക്കറിയാം അവരുടെ കഷ്ടത്തിൻ്റെ ഇടയ്ക്ക് എഴുതി വെച്ചാൽ. അല്ല, 17 മക്കൾ, 14 ആൺമക്കളും 3 പെൺമക്കളും. ആരോ പറയുന്നത് ഈ ഹേമാന് വലിയ അസുഖം ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി അസുഖം ഉണ്ടായിരുന്നു. ഈ 13, 14, 3, 17 മക്കൾ അപ്പന്. സോ ദർ ഈസ്
നമ്മൾ ആളുകൾ പറയുന്ന പോലുള്ള അസുഖങ്ങളൊന്നും ഉള്ളതായിട്ട് എൻ്റെ ആത്മാവിൽ തോന്നിക്കുന്നില്ല. എന്താണേലും ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല കുടുംബമുണ്ടായിരുന്നു, 17 മക്കളുടെ അപ്പനായിരുന്നു, ദേശത്തെ അറിയപ്പെടുന്നവനായിരുന്നു, അദ്ദേഹം ദർശകനായിരുന്നു, രാജാവിന് ഉപദേശം കൊടുക്കുന്ന വൈസ്മനായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ പാട്ട് പാടാനും പാട്ട് രചിക്കാനും കഴിവുള്ളൂ. അങ്ങനെയുള്ളവരെ കൊണ്ട് എന്തിനാണ് ഈ 88 ഇത്ര ദുഃഖകരമായിട്ടുള്ള ഒരു സങ്കീർത്തനം എഴുതി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരമേ എനിക്ക് കാണുന്നുള്ളൂ, എൻ്റെ മനസ്സിൽ കാണുന്നത്. ഇതേപോലെ ഭാരങ്ങളിൽ പോകുന്ന മക്കൾക്ക് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തോട് എങ്ങനെ ചോദിക്കണം എന്നറിയാൻ വയ്യാത്തപ്പം ദൈവത്തെ കുറ്റം പറയാതെ സങ്കീർത്തനം 88 എടുത്ത് വായിച്ചു നോക്കാം. അത് വായിക്കുമ്പോൾ നമ്മുടെ സകല ഭാരം അവിടെ ചെന്ന് കയറും. കർത്താവ് ചിലത് എഴുതി വെച്ചിരിക്കുന്നത് തിരിച്ചെങ്ങനെ പ്രാർത്ഥിക്കണമെന്നും കൂടെ കാണിക്കാനാണ്. അപ്പം ഭാരത്തിലിരിക്കുന്നവർക്ക്, ഒത്തിരിയും വിഷമത്തിലിരിക്കുന്നവർക്ക് ഇതുവരെയും വായിക്കാത്ത ഒരു സങ്കീർത്തനമാണെങ്കിൽ ഇറ്റ്സ് വർത്ത് റീഡിങ് ഇറ്റ്. 88 ഇങ്ങനെയാണ്: എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവയെ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുൻപിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോടെ സമീപിക്കുന്നു. എന്താ തുടങ്ങുന്നത്? എൻ്റെ രക്ഷയുടെ ദൈവമേ. കഷ്ടത്തിൻ്റെ സമയത്തും ഈ ഹേമാൻ രക്ഷയുടെ ദൈവം യഹോവയാകുന്നു എന്ന് പറയുകയാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ഉള്ളിലല്ല വസിക്കുന്നത്. നമ്മുടെ ഉള്ളിലല്ല പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, പോകും. അങ്ങനെയുള്ള കാലയളവിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നടക്കാത്ത സന്ദർഭങ്ങളിൽ ഹേമാന് നല്ലവണ്ണം അറിയായിരുന്നു എൻ്റെ രക്ഷയുടെ ഉറവിടം എൻ്റെ ദൈവമാണ് എന്ന്. അതാണ് നമ്മൾ രക്ഷയെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും മരിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തോട് ചേർന്ന് അതാണ് മെയിൻ തിങ്. പക്ഷെ രക്ഷ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്തിട്ട് നമ്മൾ മരണത്തിൽ നിന്ന് എന്നേക്കും നിത്യമായ ജീവനിലേക്ക് കടന്ന വ്യക്തികളായി മാറുമ്പോൾ രക്ഷിക്കപ്പെട്ടവരായി മാറും. that cannot be delayed. അത് നമുക്ക് മാറ്റിക്കൊണ്ടുപോകാവുന്ന ഒരു കാര്യമല്ല. അത് എത്രയും വേഗം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മുടെ കണ്ണുനീര് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയാണ് എത്തുന്നത്. നമ്മൾ ചിലപ്പം ചോദിക്കത്തില്ലേ, ദൈവം ഈ കഷ്ടകാലം അവിടുന്ന് അറിയുന്നില്ലേ, നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ചോദ്യം ഒന്നും ഈ 88 കാണുന്നില്ല. പ്രയാസത്തിൻ്റെ നടുക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവയെ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? 4 വയസ്സുള്ള ഒരു കുട്ടി അപ്പൻ്റെ അടുക്കലോട്ട് ഓടിച്ചു. അപ്പൻ വലിയ മീറ്റിങ്ങിലിരിക്കും. എന്നാൽ ഈ കുട്ടി ഓടി വരുമ്പം അപ്പൻ മകൾ എന്താ പറയുന്നത്, ചെവിക്കകത്ത് വന്ന് എന്താ പറഞ്ഞ് ഓടിപ്പോകുന്നതാണ്. എന്തൊരു സന്തോഷമാണ്. അതിന് അദ്ദേഹത്തിന് സമയമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ തന്നെയാണ് നമ്മുടെ കഷ്ടത്തിൻ്റെ സമയത്ത് നമ്മുടെ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ചെവി, ദൈവത്തിൻ്റെ അന്ന് ക്രിസ്തു എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ ആത്മാവിൽ എഴുതുന്നത് പർപ്പസ് ഉണ്ട്. ആത്മാവിൽ എഴുതുന്നതിന് എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവൻ പാതാളത്തോടെ സമീപിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. എൻ്റെ പ്രാണനെക്കുറിച്ചുള്ള കരച്ചിലാണ്. പുറമേ ഇദ്ദേഹത്തിന് ഒത്തിരി സൗകര്യങ്ങളുണ്ടായിരുന്നല്ലോ. ഹേമാൻ ഒത്തിരി സുഖത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. സമൂഹത്തിൽ അറിയപ്പെടുന്ന മനുഷ്യൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയുള്ള മനുഷ്യനാണ്. പക്ഷേ എൻ്റെ പ്രാണൻ എന്ന് പറയുന്നത് വേദനിക്കുകയാണ്. ഈ പ്രാണൻ വേദനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹി ആത്മാവിൻ്റെ തലത്തിൽ മനുഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്തൊരു തലമാണ്. ശരീരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, രോഗമുണ്ട്, ഇയ്യോബിന് രോഗമുണ്ടായിരുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രാണനെ വേദനിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു ഏരിയ നമുക്ക് എത്ര ആത്മാവിൻ്റെ തീയില്ലാതെ ഇത് കാണത്തില്ല. ജീവൻ വെക്കണം. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെ കരച്ചിലാണ്. എന്തോ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മക്കളെക്കുറിച്ചുള്ളതായിരിക്കും, രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറിയതായിരിക്കാം, സത്യദൈവത്തിൽ നിന്ന് വേറെ അന്യദേവന്മാരുടെ പുറകെ പോകുന്നതായിരിക്കാം. പ്രാണൻ പെടയാണ് അകത്ത് കടന്ന്. കാരണം ഇത്രയും നാളും വിളിച്ചിട്ട് ഈ സത്യദൈവം ഉത്തരം തരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങപ്പുറത്തൊന്ന് പോയി നോക്കിയേച്ച് വരട്ടെ, അങ്ങനെയല്ലേ? അപ്പുറത്തോട്ടുള്ളവർക്ക് നല്ല സുഖമാണല്ലോ. ഞാൻ ഗ്രാസ് ഈസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. അപ്പുറം എപ്പോഴും കൂടുതൽ പച്ചയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പം ഈ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാമെന്നും പ്രയാസ സമയത്ത് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും അവൻ്റെ അടുക്കലേക്ക് ചെല്ലാമെന്നും എത്ര പേർക്കറിയാം.
അവിടെയാണ് ദൈവത്തിൻ്റെ പറഞ്ഞത്, എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു, കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു. അപ്പം തുണയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചുറ്റും ഇരുട്ടാണ്, വെളിച്ചമില്ല, എനിക്ക് സഹായം ചോദിക്കാൻ എൻ്റെ കൂടെ ഒരു തുണയില്ല. അപ്പം മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നല്ലതല്ലെന്ന് ഈ ദൈവമാണ് പറഞ്ഞത്. ഇവിടെ വേദപുസ്തകത്തിൽ 88 എഴുതിയിരിക്കുന്ന എനിക്കൊരു തുണയില്ലേ. അപ്പോൾ തുണയില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ബാച്ചിലേഴ്സ് 40 വയസ്സൊക്കെ വരെയിട്ട് ബാച്ചിലറായിട്ട് ജീവിക്കും ഏകനായിട്ട്. എന്നാൽ ഈ തന്നെയുള്ള ജീവിതം വയ്യാന്നും പറഞ്ഞ് പോയി ഒരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഹീസ് മോർ എലോൺ. അത് കൂടുതൽ തുണയില്ലാത്ത സ്റ്റേജ്. കാരണം രണ്ടുപേര് തമ്മിൽ ചേരാൻ ഒക്കുന്നില്ല. ഈ തുണയില്ലെന്ന് പറയുന്ന ആത്മാവിൻ്റെ പ്രാണൻ ഒരാൾ സഹായിയായിട്ടുണ്ടോ, എന്നെ ആയ സ്ഥിതിയിൽ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവിടെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നത്. എൻ്റെ ഉള്ളറിഞ്ഞിട്ട് എന്നെ സ്നേഹിക്കുന്ന ആളുണ്ടോ? എൻ്റെ തന്നെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ലോയ്ക്ക് പഠിക്കുന്ന കാലത്ത്, ഞാൻ കൊച്ചിയിൽ എറണാകുളത്ത് ലോ കോളേജിൽ ഞാൻ അന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ആളുകൾ വന്ന് എന്നെ വചനം പ്രസംഗിക്കാൻ വിളിച്ചോണ്ടു. അപ്പോൾ ഒരു ബ്ലൈൻഡ് പീപ്പിൾ, അതായത് കണ്ണ് കാണാൻ വയ്യാത്തവരുടെ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മളന്നൊക്കെ സൊസൈറ്റിയിൽ ദൈവത്തിനെ സോഷ്യലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതങ്ങനെ അവരോടൊക്കെ ഒരു ചെറിയ സ്നേഹമുണ്ട് ഉള്ളിൽ. അപ്പം ശരി, ഇവർ വിളിച്ചതല്ലേ പൊക്കളയാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. പോയി എന്തോ ഞാൻ പറഞ്ഞവിടെ വചനം എന്താ പറഞ്ഞതെന്ന്, വചനമായിരുന്നോ സാധാരണ സ്പീച്ചാന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഒന്നും ഓർക്കുന്നുണ്ട്. അന്ന് ബ്ലൈൻഡായിട്ടുള്ള ഒരാളാണ് എൻ്റെ കൈക്ക് പിടിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് അവിടെ എല്ലാം നല്ല പരിചയമുള്ള. അതെല്ലാം കഴിഞ്ഞ് ആ മനുഷ്യൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, മാഡത്തിൻ്റെ ഹൃദയം ഒത്തിരി സോഫ്റ്റാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, അതെങ്ങനെയാണ് താൻ അറിയുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ്, എൻ്റെ കൈ അത്ര സോഫ്റ്റൊന്നും അല്ല കേട്ടോ, എൻ്റെ കൈ നല്ലവണ്ണം ഞാൻ ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കൈ സോഫ്റ്റ് അല്ല. പക്ഷേ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്. ഞാൻ അന്നേരം ചിന്തിച്ച ഒരു പോയിൻ്റ്, കണ്ണ് കാണാവുന്ന ഒരു മനുഷ്യൻ അന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല ആ പോയിൻ്റ്. പക്ഷെ കണ്ണ് കാണാൻ വയ്യാത്ത ആ മനുഷ്യൻ്റെ കൈക്ക് തൊട്ടേച്ച് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം സോഫ്റ്റാണ്. ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയമൊന്നും ആരും കാണണമെന്നില്ല. പക്ഷെ ചിലപ്പം കണ്ണുപൊട്ടനെ കൊണ്ട്, ബുദ്ധിയില്ലാത്തവനെ കൊണ്ട് ചിലത് ദൈവം കേൾപ്പിക്കും. ആരുടെ ദൈവത്തെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ ആരെയാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ അറിയേണ്ടിയവരെ ദൈവം അറിയിക്കും. ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഇവിടെ പറയുന്നത്, തുണയില്ലാതിരിക്കുന്നത് ശരിയല്ല. ഒരു തുണയെ ദൈവമാണ് തരുന്നത്. നമ്മുടെ പ്രയാസ സമയത്ത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും നമ്മളെ ചിലപ്പോൾ സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഇല്ലാത്തവരാണ് മരണത്തിന് പോകുന്നത്. അഗാധ സമുദ്രങ്ങൾ എന്നെ വിഴുങ്ങിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ആപത്തിൽ നിന്നും ദുർഘടങ്ങളിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രാണന് വിലയുണ്ട്. അത് മനുഷ്യൻ പറയത്തില്ല, മനുഷ്യൻ പട്ടിയെ കൊല്ലുന്ന പോലെ കൊല്ലുന്നിടാൻ അനുവദിക്കല്ലേ. കോവിഡിൻ്റെ സമയത്ത് ഒരു നല്ല അടക്കം പോലും കൊടുക്കാതെ എത്ര പേര് മരിച്ചുപോയി ഇല്ലേ? ശരി, നമ്മൾ നീതീകരിക്കും. പക്ഷെ വേദപുസ്തകത്തിൽ പറയും നമ്മുടെ പ്രാണനെ കരുതുന്ന ഒരു ദൈവം. ആ കരച്ചിലാണ് ഇവിടെ 88 പറയുന്നത്. ആ സങ്കടകാരൻ ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ വേദനയാണിത്. എനിക്കൊരു തുണയില്ല, ഞാൻ മരിച്ചവനെ പോലെ കിടക്കുകയാണ്, എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. മരിച്ചവരെ ഉപേക്ഷിക്കാൻ തന്നെ, മരിച്ചവരെ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടിയിടും. ഒരാപത്ത് വരുമ്പോൾ മനുഷ്യന് വിലയൊന്നുമില്ല. അന്നേരം ശവങ്ങളെല്ലാം കൂടെ ഒന്നിച്ച്, നമ്മൾ കോവിഡിന് കണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവില്ല എങ്കിൽ നമ്മുടെ ദൃഷ്ടികൾ പലയിടത്തും ചെന്ന് വിറ്റും. നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, നിൻ്റെ പ്രാണൻ എന്നോട് ചേർന്നിട്ടുണ്ടോ? നിൻ്റെ കഷ്ടസമയത്ത് നീ എന്നോടാണോ സംസാരിക്കുന്നത്? നിൻ്റെ രക്ഷ എന്നിൽ നിന്നാണോ വരുന്നത് എന്ന് ഈ ഹേമാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, വലിയ ദർശകനായ മനുഷ്യൻ, ആത്മാവിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? യോബിനെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ആരെങ്കിലും പെർസിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ മക്കളെക്കുറിച്ചാണ്, കഷ്ടത്തിൽ കൂടെ പോകുന്നവർക്ക് വേണ്ടിയാണോ ഇത് എഴുതിയിരിക്കുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വി ആർ നെവർ എലോൺ.
നമ്മൾ ഒരിക്കലും തന്നെയാണെന്ന് വിചാരിക്കേണ്ട. പുതിയ നിയമത്തിൽ നമുക്ക് സഹായിയായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നമ്മുടെ അന്തരാത്മാവ് ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് ഇതുപോലെ ദുഃഖിക്കുന്ന അനേകർക്ക് 88-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് അവസാനത്തിലേക്ക് വരുമ്പോൾ പ്രത്യാശയുടെ വാക്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ ആത്മാവ് നിന്നോട് ചേരാതിരിക്കുമ്പോൾ ഞങ്ങൾ ഏകനാണെന്നും ഞങ്ങൾക്ക് തുണയില്ലെന്നും ഞങ്ങൾ ശവക്കുഴിയോളം ഇറങ്ങിക്കഴിഞ്ഞെന്നും ഞങ്ങൾക്ക് ആരും സഹായില്ലെന്നും ഒക്കെ ഞങ്ങൾ ചിന്തിക്കും. എന്തിനാണോ ഈ ദർശകനായ ഹേമാൻ ഇങ്ങനെ എഴുതിയെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. പക്ഷേ തീർത്തും ആത്മാവിൽ ദൈവത്തിനറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ മനുഷ്യൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഹേമാൻ ഒരിക്കൽ പോലും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. സങ്കടമുണ്ട്, പക്ഷെ ദൈവത്തോട് കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാതെ ഇത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ വേദന ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ ഈ പ്രയാസ സന്ദർഭങ്ങളിലൊക്കെ 88-ാം സങ്കീർത്തനം എടുത്ത് വായിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. ഒരുപക്ഷെ ഈ 88 വഴിതെറ്റി നടക്കുന്ന മക്കൾക്ക് വേണ്ടി കരയാനുള്ളതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തന്നെ പ്രാണനെ ജീവിപ്പിക്കാനുള്ളതായിരിക്കാം. 88-നകത്തെ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചെടുക്കണമേ. നിന്നോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഞങ്ങളെ മറന്ന് കളയാത്തൊരു ദൈവമാണ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിലും അങ്ങനെ, പക്ഷെ തോന്നുന്നു മനുഷ്യന്. അതുകൊണ്ട് അതിൽ നിന്നൊരു വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ഇന്ന് കൊണ്ടുവരാൻ ഈ 88 സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ വലിയ നിത്യപ്രകാശമാണെന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിൻ്റെ വെളിച്ചം അയച്ചിട്ട് സത്യം ഇതാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിന്നെ ആ പ്രയാസ സമയത്ത് നിന്നെ കുറ്റം പറയാതെ ഞങ്ങളുടെ പ്രാർത്ഥന രാവും പകലും നിൻ്റെ സന്നിധിയിൽ എത്തി വരട്ടെ അപ്പച്ച. വേറെ ഒരിടത്ത് ഞങ്ങളുടെ കണ്ണുകൾ പോകല്ലേ, വേറെ ബുക്കുകളിലേക്ക് ഞങ്ങളുടെ കണ്ണ് വിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നിരിക്കുന്ന നിത്യ ജീവൻ്റെ പുസ്തകമാകുന്ന വേദപുസ്തകത്തിൽ ഇതിൻ്റെ രഹസ്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരവും ഉണ്ടല്ലോ കർത്താവേ. അത് ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നു. ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ, തലമുറകളോട് കരുണ തോന്നിക്കാട്ടെ, ഞങ്ങളോട് കരുണ തോന്നിക്കാട്ടെ അപ്പച്ച. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുടെ മേൽ ഉത്തരം കിട്ടാതിരിക്കുമ്പം 88-ാം സങ്കീർത്തനം എടുത്ത് ഒരു ആഴ്ച 7 പ്രാവശ്യം വെച്ച് ഞാനങ്ങോട്ട് വായിക്കാൻ പോവുക. അപ്പച്ചൻ ഉത്തരം തരും നിശ്ചയമാണ്. പ്രാർത്ഥന കേട്ട് ഉത്തരം തരാൻ ഓടി വരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.